കേരള പോലീസ് അക്കാദമിയിൽ ക്യാമ്പസിനുള്ളിലെ ലക്ഷങ്ങൾ വില വരുന്ന 2 ചന്ദനമരങ്ങൾ മോഷ്ടിച്ചു. 30 വർഷത്തിലേറെ പഴക്കമുള്ള മരങ്ങളുടെ കാതിലുള്ള ഭാഗങ്ങളാണ് മുറിച്ചു കടത്തിയത്. മാളയിലെ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതികളിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്ത നടപടിയിൽ വിവാദം പുകയുന്നു. CPM CPI വിമർശനങ്ങൾക്ക് പുറമെ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗവും പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെ രംഗത്തെത്തി. PROക്ക് എതിരായ പരാതി പൂഴ്ത്തിവെച്ച് ഗുരുവായൂർ ദേവസ്വം. മാധ്യമപ്രവർത്തകർക്ക് വിവരങ്ങൾ നൽകാത്തതിനെതിരെ പ്രസ് ക്ലബ്ബ് നടത്തിയ പരാതിയാണ് ദേവസ്വം പൂഴ്ത്തിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കേരള പോലീസ് അക്കാദമിയിൽ ക്യാമ്പസിനുള്ളിലെ ലക്ഷങ്ങൾ വില വരുന്ന 2 ചന്ദനമരങ്ങൾ മോഷ്ടിച്ചു. 30 വർഷത്തിലേറെ പഴക്കമുള്ള മരങ്ങളുടെ കാതിലുള്ള ഭാഗങ്ങളാണ് മുറിച്ചു കടത്തിയത്. പരാതിയിൽ വിയൂർ പോലീസ് കേസെടുത്തു. അതേസമയം മോഷണത്തിന് പിന്നാലെ കർശന ജാഗ്രത വേണമെന്ന് അക്കാദമി സർക്കുലർ ഇറക്കി. അതീവ സുരക്ഷയുള്ള അക്കാദമിയിൽ മുമ്പും ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. 2009 തൃശൂർ പോലീസ് അക്കാദമിയിൽ നിന്നാണ് ഉഗ്രപ്രഹരശേഷിയുള്ള 9 mm വിഭാഗത്തിൽപ്പെടുന്ന പിസ്റ്റൾ മോഷണം പോയത്. കടത്തിയത് ആരെന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ക്രൈംബ്രാഞ്ച് അടക്കം അന്വേഷണം നടത്തിയെങ്കിലും തെളിവുകളൊന്നും കണ്ടെത്തിയില്ല. പോലീസ് അക്കാദമിയിലെ തോക്കുകൾ കൈകാര്യം ചെയ്യുന്നതിന് ചുമതലയുണ്ടായിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥൻ തേക്ക് മുറിച്ചു കടത്തിയതും മുമ്പ് വിവാദമായിരുന്നു. മോഷണത്തിന് പിന്നാലെ കർശന ജാഗ്രത വേണമെന്ന് സർക്കുലർ ഇറക്കി. രാജവൃക്ഷങ്ങൾ ഏറെയുള്ള അക്കാദമിയിൽ കനത്ത കാവൽ വേണമെന്നും രാത്രികാലങ്ങളിൽ പ്രത്യേക പെട്രോളിംഗ് ഏർപ്പെടുത്തണമെന്നും പ്രത്യേക സർക്കുലറിൽ പറയുന്നു. മീഡിയ ടൈം, തൃശൂർ. മാളയിലെ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതികളിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്ത നടപടിയിൽ വിവാദം പുകയുന്നു. CPM CPI വിമർശനങ്ങൾക്ക് പുറമെ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗവും പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെ രംഗത്തെത്തി. ഒപ്പം ജനുവരി 9 LDF പ്രതിഷേധ വിശദീകരണ യോഗം സംഘടിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. മാളയിലെ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതികളിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്ത നടപടിയിൽ കോൺഗ്രസ് അംഗങ്ങൾ BJPയുമായി നടത്തിയ വോട്ട് കൈമാറ്റത്തിൽ വിവാദം പടരുകയാണ്. കൂട്ടുകെട്ടിനെതിരെ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം രംഗത്തെത്തി. BJP SDPI എന്നീ വർഗീയ പ്രസ്ഥാനങ്ങളുമായോ CPMുമായോ ഒരു ബന്ധവും പാടില്ലെന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിൽ നിന്നുള്ള വ്യതിചലനമാണ് ഉണ്ടായതെന്ന് നേതാക്കൾ മാളയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മാള പഞ്ചായത്തിൽ സ്ഥിരം സമിതികളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വ്യാപകമായ രീതിയിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് രൂപാന്തരപ്പെട്ടു. കോൺഗ്രസ് BJPയുമായിട്ട് കൂട്ടിച്ചേർന്നു എന്നുള്ളൊരു വിവാദം ഇപ്പോൾ മാളയിൽ കത്തിപ്പടരുകയാണ്. അതിൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിന്ന് വിളിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മാള പഞ്ചായത്തിൽ കോൺഗ്രസിന് ഒരിക്കലും ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. മാളയിലെ ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കൊടുത്തിട്ടില്ല. ഇല്ലാത്ത ഭൂരിപക്ഷം അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ BJPയുമായിട്ട് കൂട്ടുപിടിച്ച് ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുത്ത്, കൃത്രിമ ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുത്ത് സ്ഥാനങ്ങൾ തട്ടിയെടുക്കാനുള്ള മാളയിലെ ചില കോൺഗ്രസ്സുകാരുടെ തീവ്രമായൊരു ശ്രമം, ആ ശ്രമം ഒരു വിധത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. ഒരു വിധത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകരും അത് സമ്മതിച്ചു കൊടുക്കുകയില്ല. ഞങ്ങൾക്കതിൽ അതിയായ പ്രതിഷേധവുമുണ്ട്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പുകളിൽ BJP SDPI തുടങ്ങിയ വർഗീയ കക്ഷികളുമായോ മുഖ്യ ശത്രുവായ CPIയുമായോ യാതൊരു വിധത്തിലുള്ള ഒരു കൂട്ടുകെട്ടുകളോ ബന്ധങ്ങളോ പാടില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്, നിലപാടാണ്. അത് വ്യക്തമായ രീതിയിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സർക്കുലറിലൂടെ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. പക്ഷേ ആ നിർദ്ദേശങ്ങളും ആ നിലപാടുകളും കാറ്റിപ്പറത്തിക്കൊണ്ട് മാളയിലെ ചില ഇപ്പോൾ ഈ അടുത്തിടെ കോൺഗ്രസിലേക്ക് വലിഞ്ഞു കയറി വന്നിട്ടുള്ള ചില അൽപായുസുകളായിട്ടുള്ള ചില ആളുകൾ കൂട്ടിയുണ്ടാക്കിയ ഒരു അവിശുദ്ധമായ കൂട്ടുകെട്ടും ഒരു ഗൂഢാലോചനയുമാണ് കോൺഗ്രസിൻ്റെ മുഖം വികൃതമാക്കാൻ ഇന്ന് മാളയിൽ ഉണ്ടായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ്. പക്ഷേ ഇത് മറ്റത്തൂർ മോഡൽ എന്ന CPM ആക്ഷേപത്തിൽ കഴമ്പില്ല എന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. ഞാൻ DCC ജനറൽ സെക്രട്ടറിയാണ്. ഇത് DCC അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഡീഡല്ല.
CPM ആരോപിക്കുന്നത് പോലെ ഇത് ഒരു മറ്റത്തൂർ മോഡലുമല്ല. ഇത് മാളയിലെ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, മാളയിലെ ചില കോൺഗ്രസ്സുകാരുണ്ടാക്കിയെടുക്കുന്ന ചില ഗൂഢാലോചന, ആ ഗൂഢാലോചനയുടെ ഫലമായെടുത്തുണ്ടാക്കിയ നിർണയം, DCCയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അടിച്ചെടുത്ത സ്ഥാനാർത്ഥി നിർണയവും, തെരഞ്ഞെടുപ്പ് സമയത്ത് വേണ്ടാത്ത രീതിയിലെടുത്ത കൂട്ടുകെട്ടുകളും കനത്ത പരാജയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ മാളയിൽ വരുത്തി വെച്ചത്. നാണക്കേടായിപ്പോയി അത്. കോൺഗ്രസിൽ നുഴഞ്ഞുകയറിയ ചില സംഘങ്ങൾ ചേർന്നുള്ള കച്ചവട താൽപ്പര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് DCC ജനറൽ സെക്രട്ടറി A. അഷ്റഫ്, ജോയ് ചാക്കോള, ജോമോൻ താഴത്തുപുറം, ബിനോയ് അദിയാരത്ത് എന്നിവർ ആവശ്യപ്പെട്ടു. അതേസമയം മറ്റത്തൂർ മാതൃകയിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ട് എന്നുറപ്പിക്കുകയാണ് CPM. മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനും വർഗീയതയെ അകറ്റി നിർത്തുന്നതിനുമായി മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ അവിശുദ്ധ സഖ്യത്തിനെതിരെ അണിനിരക്കണമെന്ന് CPM വാർത്താക്കുറിപ്പിലൂടെ ആഹ്വാനം ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 1 ഡസനോളം വാർഡുകളിൽ BJP കോൺഗ്രസ് രഹസ്യധാരണ ഉണ്ടായിരുന്നുവെന്നും CPM പറയുന്നു. ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്ന ഈ നീക്കത്തിനെതിരെ ജനുവരി 9-ന് മാള ടൗണിൽ LDF പ്രതിഷേധ വിശദീകരണ യോഗവും ജനുവരി 14-ന് രാവിലെ മാള പഞ്ചായത്ത് ഓഫീസിലേക്ക് LDF മാർച്ചും സംഘടിപ്പിക്കുമെന്നും CPIM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. മീഡിയ ടൈം, മാള. ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണ സംവിധാനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന സംവിധാനമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ. വികസനം, ക്ഷേമം, ധനകാര്യം തുടങ്ങിയ വിഷയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഈ കമ്മിറ്റികളുടെ രൂപീകരണത്തിൽ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾക്കുള്ള സ്ഥാനങ്ങൾ എന്ത്, അതിനപ്പുറം നിയമം പറയുന്നതെന്ത്? ന്യൂസ് ഡെസ്കിൽ നിന്നുള്ള പ്രത്യേക റിപ്പോർട്ട് കാണാം. മാളയിൽ മറ്റത്തൂർ ആവർത്തിച്ചു. മാളയിൽ മറ്റത്തൂർ ആവർത്തിച്ചോ? സത്യം എന്ത്? മാള പഞ്ചായത്തിൽ കൂടുതൽ അംഗങ്ങൾ LDFനാണെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഭൂരിപക്ഷം ഉറപ്പിച്ച UDF, BJP അംഗങ്ങൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടത് ഹാൻഡിലുകളിൽ നിന്ന് രൂക്ഷ വിമർശനവും പരിഹാസവും ഉയരുന്നുണ്ട്. വികസനം, ആരോഗ്യം, സ്ഥിരം സമിതികളിൽ ഭൂരിപക്ഷം ഇപ്പോൾ UDFനാണ്. ക്ഷേമകാര്യത്തിൽ NDAക്കാണ് ഭൂരിപക്ഷമുള്ളത്. 3 സ്ഥിരം സമിതികളിലേക്കുള്ള വനിതാ സംവരണത്തിനാണ് വോട്ടെടുപ്പ് നടന്നത്. പഞ്ചായത്ത് ഭരണസമിതിയിൽ ആകെയുള്ള 21 അംഗങ്ങളിൽ സ്വതന്ത്ര ഉൾപ്പെടെ LDFന് 9, UDFന് 8, NDAക്ക് 4 അംഗങ്ങളാണ് ഉള്ളത്. കണക്ക് ഇങ്ങനെയാണെങ്കിലും ക്ഷേമകാര്യ സ്ഥിരം സമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ 4 മെമ്പർമാരുള്ള NDAയിലെ ജിജി ജോയ് മാതിരപ്പള്ളിക്ക് 10 വോട്ട് ലഭിച്ചു. 8 അംഗങ്ങളുള്ള UDFന് 2 വോട്ട് മാത്രമാണ് ലഭിച്ചത്. LDFന് 9 വോട്ട് ലഭിച്ചു. ക്ഷേമകാര്യത്തിൽ NDAയിലെ 3 പേർ നാമനിർദ്ദേശം കൊടുത്തിട്ടുള്ളതിൽ വനിതാ സമ്മേളനത്തിൽ നിന്ന് ജിജി ജോയ് മാതിരപ്പള്ളി തിരഞ്ഞെടുക്കപ്പെട്ടു. TR സുഖിൽ, AG ഗീത എന്നിവരാണ് NDAയിലെ നാമനിർദ്ദേശം നൽകിയ മറ്റ് അംഗങ്ങൾ. വികസനകാര്യ സ്ഥിരം സമിതിയിൽ UDFന് 11, LDFന് 9 വോട്ട് ലഭിച്ചപ്പോൾ ഒരെണ്ണം അസാധുവായി. വികസനത്തിൽ UDFിലെ ജിഷ ജോഫി തിരഞ്ഞെടുക്കപ്പെട്ടു. നടന്നത് ഇങ്ങനെയാണെങ്കിലും ഇനി നിയമം പറയുന്നത് എന്താണ് എന്ന് നോക്കാം. നിയമം പറയുന്നത് എന്ത്? സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരണത്തിൽ നിയമം പറയുന്നത് എന്ത്? മാള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഉയരുന്ന ചർച്ചകൾക്കിടയിൽ കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994 അതിൻ്റെ ചട്ടങ്ങളും എന്താണെന്ന് വ്യക്തമായി പറയുന്നത് പരിശോധിക്കേണ്ടതുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ പഞ്ചായത്ത് ഭരണത്തിൻ്റെ അടിത്തറയായതിനാൽ അവയുടെ രൂപീകരണം ഭൂരിപക്ഷ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കല്ല, മറിച്ച് നിയമനിർദ്ദേശങ്ങൾക്കാണ് വിധേയമാകേണ്ടത്. പഞ്ചായത്തിലെ നിലവിലെ രാഷ്ട്രീയ ഘടന നേരത്തെ പറഞ്ഞല്ലോ. മാള ഗ്രാമപഞ്ചായത്തിൽ ആകെ 21 അംഗങ്ങളാണുള്ളത്. നിലവിലെ അംഗബലം ഇങ്ങനെയാണ്: LDF 9 അംഗങ്ങൾ, UDF 8 അംഗങ്ങൾ, BJP 4 അംഗങ്ങൾ. ഇവിടെ ഒരു രാഷ്ട്രീയ മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല. പഞ്ചായത്തിൻ്റെ ഘടന അനുസരിച്ച് അഥവാ പ്ലൂറൽ പൊളിറ്റിക്കൽ കോമ്പോസിഷനെ പ്രതിഫലിപ്പിക്കുന്നതാണ് മാളയിലെ സ്ഥിതി. സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ നിയമപരമായ ഘടന. കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഒരു ഗ്രാമപഞ്ചായത്തിൽ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വേണം. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ഓരോ കമ്മിറ്റിയിലും 5 അംഗങ്ങൾ, ആകെ 15 അംഗങ്ങൾ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് അഥവാ PRSTV എന്ന രീതി അനുസരിച്ചാണ്. അതായത് പഞ്ചായത്തിലെ മുഴുവൻ രാഷ്ട്രീയ ഘടനയും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ പ്രതിഫലിക്കണം എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ മാളയിലെ അനുപാത പ്രതിനിധാനം എങ്ങനെയാവും എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. അനുപാത പ്രതിനിധാനം
മാള പഞ്ചായത്തിലെ നിയമസാധ്യതയുള്ള 29 അംഗങ്ങളുടെ പഞ്ചായത്തിൽ 15 സ്റ്റാൻഡിംഗ് കമ്മിറ്റി സീറ്റുകൾ അനുപാതത്തിൽ കണക്കാക്കിയാൽ LDF 9 അംഗങ്ങൾ ലഭിക്കും, UDFന് 8 അംഗങ്ങൾ ലഭിക്കും, BJPയുടെ 4 നിന്ന് ഏകദേശം 3 സീറ്റുകൾ. ഇത്തരത്തിൽ BJP പോലുള്ള ചെറിയ പാർട്ടിയെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാൻ നിയമം അനുവദിക്കുന്നില്ല എന്നതാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം. 9 അംഗങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പ് നടത്തിയാലോ? അതിൻ്റെ നിയമപരമായ നില എന്താണ്? LDFന് 9 അംഗങ്ങളുള്ളതിൽ അവർക്ക് മാത്രമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. നിയമപരമായി ഇതിന് ഉത്തരം വ്യക്തമാണ്. 21 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ 9 അംഗങ്ങൾക്ക് മാത്രം സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നിയമവിരുദ്ധമാണ്. കാരണം ഇത് PRSTV തത്വം ലംഘിക്കുന്നു. UDF, BJP എന്നീ പാർട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു പാർട്ടിയുടെ ആഭ്യന്തര സമിതിയായി മാറുന്നു എന്നതാണ് കാരണം. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിലപാടെന്താണ്? കേരള ഹൈക്കോടതി പല വിധികളിലായി വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതാദ്യമായിട്ടൊന്നുമല്ല, ഇതിനു മുമ്പും പലവട്ടം പഞ്ചായത്തുകളുടെ കേസുകൾ ഹൈക്കോടതിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അന്ന് ഹൈക്കോടതി പറഞ്ഞ പരാമർശം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. Standing committees are not meant to be monopolized by the majority. They must reflect the political composition of the panchayat. കോടതി മറ്റൊരു നിർണായക പരാമർശവും നടത്തിയിട്ടുണ്ട്. Total exclusion of a party having substantial representation is arbitrary and violative of Article 40. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? പ്രാധാന്യമുള്ള അംഗബലമുള്ള ഒരു പാർട്ടിയെ പൂർണ്ണമായും ഒഴിവാക്കുന്നത് ഭരണഘടനയുടെ സമത്വാവകാശ ലംഘനമാണ് എന്നാണ്. രാഷ്ട്രീയ കൂട്ടുകെട്ട് നിയമം എങ്ങനെ കാണുന്നു എന്നുകൂടെ പരിശോധിക്കാം. രാഷ്ട്രീയ കൂട്ടുകെട്ട് സ്വയം കുറ്റകരമല്ലെന്ന് ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അത്തരം കൂട്ടുകെട്ട് അനുപാത പ്രതിനിധാനം ഇല്ലാതാക്കുകയോ ഒരു പാർട്ടിയെ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്താൽ അത് മലഫൈഡ് എക്സർസൈസ് ഓഫ് പവറായി കണക്കാക്കും എന്നാണ് നിയമം പറയുന്നത്. നിയമപരമായ ചില വഴികൾ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ നിയമലംഘനം ഉണ്ടായാൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ട്രിബ്യൂണലിൽ തിരഞ്ഞെടുപ്പ് ഹർജി നൽകാം. ആവശ്യമായാൽ ഹൈക്കോടതിയെ തന്നെ സമീപിക്കാം. ഇത്തരം കേസുകളിൽ സാധാരണയായി തെറ്റായ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും പുതിയ STV അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് കോടതിക്ക് നിർദ്ദേശിക്കുകയും ചെയ്യാറുണ്ട്. ഇനി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഉപസംഹാരം. മാള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഭൂരിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ബലപ്രയോഗമല്ല. 1. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിർദ്ദേശിക്കുന്ന അനുപാത പ്രതിനിധാനത്തിൻ്റെ പ്രയോഗമാണത്. 21 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ 4 അംഗങ്ങളുള്ള ഒരു പാർട്ടിയെ പോലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാൻ നിയമവും ഹൈക്കോടതിയും ഒന്നും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് മാളയെക്കുറിച്ച് വേവലാതിപ്പെടുന്നവരെ അവിടെ ഓർമ്മിപ്പിക്കാനുള്ളത് ഇത്രമാത്രമാണ്. രാഷ്ട്രീയം വേറെ, നിയമം വേറെ, ആശയം വേറെ, വിശ്വാസം വേറെ. നിങ്ങൾക്ക് ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരാം, പക്ഷേ നിയമത്തിൻ്റെ വഴി തന്നെ പോകും. അതുകൊണ്ട് രാഷ്ട്രീയ പൊങ്കാലകൾ തുടരട്ടെ, വാർത്തകൾ ഉണ്ടാവട്ടെ. താങ്ക് യു. PROക്കെതിരായ പരാതി പൂഴ്ത്തിവെച്ച് ഗുരുവായൂർ ദേവസ്വം മാധ്യമപ്രവർത്തകർക്ക് വിവരങ്ങൾ നൽകാത്തതിനെതിരെ പ്രസ് ക്ലബ്ബ് നൽകിയ പരാതിയാണ് ദേവസ്വം പൂഴ്ത്തിയത്. ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് ഇപ്പോഴും ദേവസ്വം PRO വിവരങ്ങൾ കൈമാറുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ PROക്കെതിരെയാണ് നിരന്തരം പരാതികൾ ഉയരുന്നത്. മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായി വിവരങ്ങൾ നൽകാത്ത PROയുടെ ശൈലി ചൂണ്ടിക്കാട്ടി പത്രപ്രവർത്തക യൂണിയൻ ഗുരുവായൂർ ദേവസ്വത്തിന് നൽകിയിട്ടുള്ള പരാതിയിലും ഇതുവരെ നടപടിയായിട്ടില്ല. എല്ലാ മാധ്യമപ്രവർത്തകരെയും സമമായി കാണേണ്ട PRO വിവേചനപരമായിട്ടുള്ള നടപടിയാണ് കൈക്കൊള്ളുന്നത്. മാധ്യമപ്രവർത്തകർ പല കാര്യങ്ങളും ചോദിച്ചറിയുന്നതിന് വേണ്ടി PROനെ വിളിച്ചാൽ ഫോൺ എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്യാറില്ല എന്നാണ് പ്രധാന പരാതി. VVIPകളുടെ സന്ദർശന വേളയിൽ അതിന്റെ വിവരങ്ങളും കൃത്യമായിട്ട് നൽകാൻ PRO തയ്യാറാവാറില്ല. വാർത്തകൾ കൈമാറുന്നതിന് വേണ്ടി ദേവസ്വത്തിന് പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും അതിലെല്ലാം PRO തന്റെ ഇഷ്ടക്കാരെയാണ് തിരികെ കയറ്റിയിട്ടുള്ളത്. വിവേചനപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന PROക്കെതിരെ പത്രപ്രവർത്തക യൂണിയൻ പരാതി നൽകിയിട്ടും ദേവസ്വം ചെറുവിരൽ പോലും അനക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതേസമയം PROയുടെ നിയമനം മുതൽ താഴോട്ടുള്ള എല്ലാ നിയമനങ്ങളിലും അടിമുടി ക്രമക്കേടുണ്ടെന്നും രാഷ്ട്രീയ നിയമനങ്ങളാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്നും BJP ആരോപിക്കുന്നു. മതിലകം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള കൂളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ആശുപത്രിയുടെ കീഴിൽ നടത്തിവരുന്ന വിവിധ ദേശീയ ആരോഗ്യ പരിപാടികൾ, മറ്റു സേവനങ്ങൾ എന്നിവയെല്ലാം പരിശോധിച്ചാണ് സ്ഥാപനത്തിന് അംഗീകാരം നൽകിയത്. കേന്ദ്രം പ്രവർത്തകരെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു.
92.91 മാർക്കോടെയാണ് കുളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രം ഗുണനിലവാര സർട്ടിഫിക്കറ്റ് അംഗീകാരം കരസ്ഥമാക്കിയത്. ഈ ദേശീയ അംഗീകാരത്തിന് 3 വർഷത്തെ കാലാവധിയാണുള്ളത്. ഓരോ വർഷവും 2 ലക്ഷം രൂപ വീതം 6 ലക്ഷം രൂപ ദേശീയ അംഗീകാരം ലഭിച്ച വകയിൽ ആശുപത്രിക്ക് ലഭിക്കും. ദേശീയ അംഗീകാരം കരസ്ഥമാക്കിയ മതിലകം കുളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തകരെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ ഉപഹാരം പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സംഗീതയ്ക്ക് സമ്മാനിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ്, വൈസ് പ്രസിഡന്റ് PM ആൽഫ, പഞ്ചായത്ത് അംഗം സുനിൽ P മേനോൻ, മറ്റംഗങ്ങൾ പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബേബി പ്രഭാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK റഫീഖ്, കുടുംബശ്രീ അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ET ടൈസൺ MLAയും കുടുംബാരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു. മീഡിയ ടൈം, മതിലകം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ആളൂരിൽ ജനവാസ മേഖലയിൽ പ്ലാസ്റ്റിക് തുടങ്ങിയ മാലിന്യങ്ങൾക്ക് തീപിടിച്ചു. പുക ശ്വസിച്ച് സമീപവാസികൾക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഷോളയാറിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ കിണറ്റിൽ തള്ളിയ മാലിന്യത്തിന് കഴിഞ്ഞ രാത്രിയിലാണ് തീപിടിച്ചത്. സ്വകാര്യ ആശുപത്രിയുടെ മാലിന്യങ്ങളും ഹോട്ടൽ വേസ്റ്റും മറ്റുമാണ് തീപിടിച്ചത്. തൃശൂർ അടാട്ട് അമ്പലക്കാവിൽ അമ്മയും കുഞ്ഞും മരിച്ച നിലയിൽ. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തതാണെന്ന് സംശയം. 30 വയസ്സുള്ള ശില്പ, 5 വയസ്സുകാരൻ അക്ഷയ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. ഭർത്താവിന്റെ വീട്ടിലാണ് ശില്പയെയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുഞ്ഞ് കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു. തനിക്ക് പനിയായതുകൊണ്ട് മറ്റൊരു മുറിയിൽ മാറിക്കിടക്കുകയായിരുന്നുവെന്നാണ് ഭർത്താവിന്റെ മൊഴി. രാവിലെ മുറി തുറക്കാത്തതിനെ തുടർന്ന് തിരക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രാങ്കണം ഇനി ഹരിതാഭമാകും. ക്ഷേത്രത്തിൽ ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ഹൈബ്രിഡ് പച്ചക്കറി തൈകളും തെച്ചി, തുളസി, കദളിവാഴ തുടങ്ങിയ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ വിഷരഹിതമായ വിഭവങ്ങളും ഒരുക്കുക എന്നതാണ് ലക്ഷ്യം. സായി ട്രസ്റ്റ് ചെയർമാൻ മൗനിയോഗി സ്വാമി ഹരിനാരായണൻ തൈനട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ഓഫീസർ സുധീർ മേലേപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമ ബ്ലോക്ക് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾക്കും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷീബ മുരളി, സുജിത സലീഷ് എന്നിവർക്കുമാണ് സ്വീകരണം നൽകിയത്. വ്യാപാര ഭവനിൽ നടന്ന സ്വീകരണ സമ്മേളനം വ്യാപാരി വ്യവസായി ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊരട്ടി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ തൊഴിലാളി പ്രതിഷേധ അസംബ്ലി സംഘടിപ്പിച്ചു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഗാന്ധിജിയുടെ പേര് നീക്കം ചെയ്തതിനെതിരെയും കൂലിവിഹിതം സംസ്ഥാന സർക്കാരിന്റെ മേൽ ചുമത്തുന്നതിനെതിരെയുമായിരുന്നു പ്രതിഷേധം. കൊരട്ടി പഞ്ചായത്തിലെ പാലപ്പള്ളിയിൽ നടന്ന തൊഴിലാളികളുടെ പ്രതിഷേധ അസംബ്ലി CPI ചാലക്കുടി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KR സോമേഷ് ഉദ്ഘാടനം ചെയ്തു. P രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള പോലീസ് അക്കാദമിയിൽ ക്യാമ്പസിനുള്ളിലെ ലക്ഷങ്ങൾ വില വരുന്ന 2 ചന്ദന മരങ്ങൾ മോഷ്ടിച്ചു. 30 വർഷത്തിലേറെ പഴക്കമുള്ള മരങ്ങളുടെ കാതിലുള്ള ഭാഗങ്ങളാണ് മുറിച്ചു കടത്തിയത്. മാളയിലെ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതികളിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്ത നടപടിയിൽ വിവാദം പുകയുന്നു. CPM CPI വിമർശനങ്ങൾക്ക് പുറമെ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗവും പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെ രംഗത്തെത്തി. PROക്ക് എതിരായ പരാതി പൂഴ്ത്തിവെച്ച് ഗുരുവായൂർ ദേവസ്വം. മാധ്യമപ്രവർത്തകർക്ക് വിവരങ്ങൾ നൽകാത്തതിനെതിരെ പ്രസ് ക്ലബ്ബ് നടത്തിയ പരാതിയാണ് ദേവസ്വം പൂഴ്ത്തിയത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.